ഇന്നലെ ജയിലിലായത് അനുമോളും അനീഷും ആയിരുന്നല്ലോ. അവർ ജയിലിൽ കയറിയപ്പം തൊട്ട് അക്ബറും ടീമും കൂടി അനുമോളെ കളിയാക്കി പാരടി പാടാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനെ ഏറ്റുപിടിക്കാൻ ശരത്തും റെനയും ആര്യനും ഒക്കെ ഉണ്ടായിരുന്നു. അക്ബർ പാടുന്നതെല്ലാം അനുമോൾക്കെതിരെ തന്നെയാണ്. കൂതറയ്ക്ക് പര്യായം ഉണ്ടെങ്കിൽ അത് അനുമോളാണ്. ക്യാമറ നോക്കി കരയുന്നത് അനുമോളാണ്. അനുമോളുടെ നാടകം നിർത്ത്, പിന്നെ പ്രാകുന്നത് നിർത്തുന്നൊക്കെ പറഞ്ഞ് ആ സമയം റെന നിലത്തിരുന്ന് ഇങ്ങനെ പ്രാകുന്ന പോലെ വലിയ ശബ്ദം ഉണ്ടാക്കിയൊക്കെ അനുമോളെ അനുകരിച്ച് കാണിക്കുന്നുണ്ട്. അവരുടെ പെർഫോമൻസ് ഒക്കെ കണ്ട് അനീഷ് പറയുന്നുണ്ട്, കൊള്ളാമല്ലേ, നല്ല പെർഫോമൻസ്, പക്ഷെ നമുക്ക് തിരികെ കൊടുക്കാൻ ഒന്നുമില്ലല്ലോ എന്ന്. അനുവിന് ഇതെല്ലാം കേട്ട് ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നുണ്ട്. പിന്നെ അക്ബർ പാടുന്നുണ്ട്, പാവങ്ങളല്ലേ ഞങ്ങൾ ജീവിച്ച് പൊക്കോട്ടെ, ഞങ്ങളെ ഇങ്ങനെ പ്രാഗി കൊല്ലല്ലേ, അനുമോൾ നന്നായിട്ട് ടാസ്ക് കളിച്ച് വിജയിക്കുക, അല്ലാതെ ഞങ്ങളെ പ്രാഗിയൊന്നും അല്ല മുന്നോട്ട് പോവേണ്ടത്. പിന്നെ അനുമോളുടെ മൂട്ട് താങ്ങി ടീംസ് എന്നും പറഞ്ഞിട്ട് അവളുടെ ഗ്രൂപ്പിനെയും പറയുന്നുണ്ട്. ആതിരെല്ലാം അവിടെ ഇരുന്നത് കേൾക്കുന്നുണ്ട്. അവരോട് പറയുകയാണ്, ഞങ്ങൾ പാവങ്ങളാ, ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ച് പൊക്കോട്ടെ അനുമോളുടെ മൂട് താങ്ങി ടീംസെന്നൊക്കെ. അത് കഴിഞ്ഞ് റെന പറയുന്നുണ്ട്, ജയിലിൽ ഒരു 100 ദിവസം ഇവരെ പൂട്ടിയിട്ടാൽ അത്രയും നല്ലതെന്ന്. റെനയാണ് അക്ബറിൻ്റെ കൂടെ നടന്ന് നല്ലപോലെ ഇതങ്ങ് ആഘോഷിക്കുന്നത്. അക്ബർ പാടുന്നതെല്ലാം ഏറ്റവും നല്ലപോലെ പാടുന്നുമുണ്ട്. റെനയാണെങ്കിൽ ആദ്യം നല്ലപോലെ ഒരു സമയത്ത് കളിച്ചിരുന്നു, പക്ഷെ ഇപ്പം ശരിക്കും ഈ അക്ബറിൻ്റെ അപ്പാനിയുടെയൊക്കെ മൂട് താങ്ങി നടക്കുന്ന ഒരു കൂട്ടത്തിലാണ് റെന. എന്നിട്ടാണ് ഇവരെല്ലാവരും കൂടി ചേർന്ന് അനുവിൻ്റെ ഗ്രൂപ്പിൽ ആണെന്നും പറഞ്ഞ് ആദിലയും നൂറെ ശൈത്യയൊക്കെ കുറ്റം പറയാൻ നടക്കുന്നത്. ശരിക്കും ഇവിടെ ആരാ മൂട് താങ്ങികൾ? അക്ബറിൻ്റെ പാരടിയൊക്കെ കേൾക്കാൻ നല്ലതായിരുന്നു, പക്ഷെ എപ്പോഴും ഈ അനുമോൾക്കെതിരെ അല്ലെങ്കിൽ അവരുടെ ഗ്രൂപ്പിൽ അല്ലാത്തവർക്കെതിരെ തന്നെ ഇങ്ങനെ കളിയാക്കി പാടിക്കൊണ്ടിരിക്കുമ്പോൾ ശരിക്കും അതൊരു വെറുപ്പീരായി മാറിക്കൊണ്ടിരിക്കുക. വാല് പോലെ റെനയും ഏറ്റുപിടിക്കാനും ഉണ്ട്. പിന്നെ അക്ബർ പറഞ്ഞതിൽ ചില കാര്യങ്ങളൊക്കെ ശരിയാണ്. അനു എന്ന് പറയുന്നത് മിക്കപ്പോഴും കരയുന്നുണ്ട്, എന്നാൽ വേറെ പല സന്ദർഭങ്ങളിലും സ്ട്രോങ് ആയിട്ട് നിൽക്കും. ശരിക്കും നമുക്ക് തോന്നിപ്പോവും ഇവിടെ എന്തിനാ അനു കരയുന്നതെന്ന്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് അവൾ കരയുന്നത്. അതുകൊണ്ട് ആ കരയുന്നത് അവളുടെ ഒരു ഗെയിം പ്ലാൻ ആണോ എന്നുള്ള കാര്യത്തിലും നല്ല സംശയമുണ്ട്. ചില സമയത്ത് അനുമോളെ അത്രയും മോശമായിട്ട് അക്ബറും ടീമും പറയും, ആ സമയത്ത് അവൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുമുണ്ട്, ആ സമയത്ത് അവൾ കരയുന്നില്ല. അതുപോലെയാണ് ശരിക്കും വേണ്ടത്. പിന്നെ ഒരേപോലെ നമുക്ക് ഇമോഷൻസ് ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതും ശരി തന്നെയാണ്. അതുപോലെ കഴിഞ്ഞ ദിവസം അനു ഇവരെയൊക്കെ നല്ലപോലെ ശപിക്കുകയും രാഗുവൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതിപ്പോൾ എന്തിൻ്റെ പുറത്ത് എത്ര ദേഷ്യം വന്നിട്ടാണേലും അങ്ങനെയൊക്കെ ചെയ്ത അനു അക്ബറിൻ്റെ ടീമും ഒക്കെ തമ്മിൽ പിന്നെന്താ വ്യത്യാസം?